ഹലോ. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജടായുപ്പാറയുടെ കഥ കേട്ടാലോ? ഓരോ 15 മിനിറ്റിലും ഒരു സ്ത്രീയെങ്കിലും സെക്ഷൽ അബ്യൂസിന് ഇരയാകുന്ന ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ത്രീ സംരക്ഷണം തൻ്റെ ദൗത്യമായി ഏറ്റെടുത്ത ജടായുവിൻ്റെ കഥ രാമായണത്തിൽ വളരെ പ്രശസ്തമാണ്. രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് സീതയുടെ നിലവിളി കേട്ട് ആപത്തു മനസ്സിലാക്കിയ ജടായു രാവണനുമായി വെറുമൊരു പക്ഷിയായ ജടായു രാവണനുമായി യുദ്ധത്തിലേർപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈ പാറയിൽ വെച്ചാണ്. രാവണൻ തൻ്റെ ചന്ദ്രഹാസം വാളുപയോഗിച്ച് ജടായുവിൻ്റെ ചിറക് അറ്റുവീഴ്ത്തി ജടായു നിലം പതിച്ചത് ഇവിടേക്കാണ്. ദാഹിച്ചു വലഞ്ഞ ജടായുവിന് ദാഹജലം നൽകിയത് ഈ പാറയാണ്. ആ കുളം ഇന്നും ഏതു വറുതിയിലും വറ്റാത്ത ഇടമായി അവിടെ നിലകൊള്ളുന്നു. പോകും വഴിയിൽ രാമനെ കണ്ടതിനു ശേഷം മാത്രമേ ജടായു മൃത്യു പുൽകു എന്ന വരം നൽകി സീത യാത്രയായി. ശേഷം രാമലക്ഷ്മണന്മാർ അവിടേക്ക് എത്തിച്ചേരുകയും ജടായു അവരെ വിവരം ധരിപ്പിക്കുകയും ജടായുവിൻ്റെ പ്രവൃത്തിയിൽ സന്തോഷവാനായ രാമൻ ജടായുവിന് മോക്ഷം നൽകി എന്നുമാണ് പുരാണത്തിൽ പറയപ്പെടുന്നത്. 100 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച പ്രതിമയാണ് ജടായു. ഒപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ് ഇത്. ഇവിടേക്ക് എത്തിച്ചേരാൻ റോപ്പ് കാർ മാർഗവും കാൽനട യാത്രയായും സൗകര്യമുണ്ട്. കാൽനട യാത്രയ്ക്ക് 250-നും 60-നും ഇടയിലാണ് ടിക്കറ്റ് നിരക്ക്. റോപ്പ് കാറിന് 610 രൂപയാണ് ഈടാക്കുന്നത്. ആകാശത്തിലൂടെയുള്ള ആ ഒരു യാത്ര മനസ്സിനും കണ്ണിനുമൊക്കെ കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കും. ഇന്ന് ജടായുപ്പാറ കേരള ടൂറിസത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. കൊല്ലം, വർക്കല, തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ജടായുപ്പാറ ഒരു വളരെ നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. മുകളിൽ കയറി ചെല്ലുമ്പോൾ ശുചിമുറിയും ഒരു ഫോട്ടോ ഗ്യാലറിയും രാമൻ്റെ ക്ഷേത്രവും ഇരിപ്പിടങ്ങളും ചെറിയ ഒരു പ്രതിമകളൊക്കെ വിൽക്കുന്ന കടകളും അവിടെ കാണാൻ സാധിക്കും. പ്രതിമയിൽ ഇരിക്കാനോ തൊടാനോ പാടില്ല. ഫ്രണ്ട് വ്യൂവിലും കൂടുതൽ സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും നല്ല ഫ്രെയിം, ആരും ശല്യം ചെയ്യാത്ത നല്ല ഫ്രെയിമുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ഒപ്പം തന്നെ ഒരു കുളിർക്കാറ്റും ചടയമംഗലത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും കുരങ്ങന്മാരും ഒക്കെയായിട്ട് മനസ്സിനും കണ്ണിനുമൊക്കെ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കാൻ ജടായുപ്പാറയ്ക്ക് സാധിക്കും. ഇത് രാമക്ഷേത്രമാണ്. ഇതൊരു ചോള ആർക്കിടെക്ചറുമായിട്ട് താരതമ്യം പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ വർക്കല യാത്രയിൽ ജടായുപ്പാറ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജടായുവിന് യാത്ര പറഞ്ഞ് സ്വന്തം ജിപ്സി.